സജിനെയും കുട്ടനെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടോ? എല്ലാവരുടെ ഫോൺ നമ്പർ ബിജുവിന്റെ അടുത്തുണ്ട്. അവൻ വിളിച്ചോളാൻ പറഞ്ഞത്. കുട്ടനെ വിളിച്ചാൽ കിട്ടേയില്ല. അവന്റെ ഫോൺ എപ്പോഴും ഏൽപ്പിച്ചിട്ടോ. ആ ഒരു പെട്ടെന്ന് വിളിക്കാൻ മക്കളെ മുതലേ വിളിച്ചോളാം. നീ ഒന്ന് വിളിച്ചു നോക്ക്. ഇറങ്ങിയുന്നുണ്ട്. ഞാൻ യന്ത്രം കണ്ടോണ്ടിരിക്കുവാണോ? തിയേറ്ററിലാ. നീ പിന്നെ വിളി. അച്ഛൻ മരിച്ചോ? അതല്ലേ പറയുന്നത്. വേഗം പുറപ്പെട്ടോ. വിജയ, എന്നാ നീ സജീനെ വിളിച്ചു നോക്ക്. കിട്ടോ ഇല്ലേ നോക്കാലോ. ഓ, തന്ത കിടക്കുമ്പോഴാണ് മോന്റെ ഒരു ഒടുക്കത്തെ പാട്ട്. കേൾക്കേണ്ട പാട്ട് തന്നെയാ. അല്ല നീ എവിടെയാ? ഞാൻ വീട്ടിലെ കമ്പനിക്കാരോട് അടിച്ചു പൊളിക്കണം. നീ അവിടെ അടിച്ചു പൊളിച്ചോ? എന്റെ അമ്മ അങ്ങനെ നെഞ്ചോട് അടിച്ചു പൊളിക്കോ? ഓ എന്താ കാര്യം? എടാ, എന്റെ അപ്പ മരിച്ചു. വേഗം പുറപ്പെട്ടോ. ഇപ്പൊ കേരളം ഏകദേശം ഒരു 12 മണിയും കൂടെ എത്താം. ട്രെയിനിൽ വന്നാലോ ബിജു? എടാ, എന്റെ അച്ഛന്റെ ബോർഡ് കാണണമെങ്കിൽ 10 തന്നെ പോരെ. എന്നാ ഓൾവേക്ക് വരാം. എന്നാ പിന്നെ ബോറടിക്കൂല. സിനിമയും കണ്ടോണ്ട് വരാലോ. ആ ശരി. തന്തടക്കുന്ന മോന്റെ പൂരപ്പെടാ. സിനിമ കൊണ്ടുള്ള വരവാണ് പോലും. കുറ്റം പറഞ്ഞ എന്റെ മകന്റെ പാട്ട് കേട്ടില്ലേ? ടൗണിലേക്ക് ഒരു ഓട്ടം കിട്ടിയാണ്. ഞാൻ പോയിട്ട് വരാം. എവിടേക്കാ പോണം നീ? എടാ, എന്റെ ഓട്ടം ടൗണിലേക്ക് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. നിങ്ങൾ ബാക്കി കാര്യമൊക്കെ ചെയ്തോ. ചാക്ക് വെച്ച് മരിച്ചോണ്ട് മുടിഞ്ഞൊരു ഓട്ടോ. എന്താ ബിജു? ഞാൻ കുട്ടനെ കൂടെ വിളിക്കും. ആ നഗരത്തിലല്ലേ 10 രൂപ കൂടെ കേട്ട പാട്ട്. എന്താ ബിജു വെറുതെ പറയിപ്പിക്കണം? ഇങ്ങോട്ട് ആ ഇതാ ശ്വാസമായിട്ട് പറയുന്നത് തന്നെയാ ശരി. ഓന്റെ മൊബൈൽ എപ്പോഴും ബിസിയാ. മോൻ ആ പെണ്ണിനെ തൊല്ലിക്കൊണ്ടിരിക്കാതിരിക്കുന്നേ. മെസ്സേജ് ഇട്ടാലോ? എന്ത് മെസ്സേജ് ആണ്? തന്ത പറയാ എല്ലാരും എന്ത് വേണം വിട്ടോ. ഇവരവർക്ക് കിട്ടണം. അത്രേ ഉള്ളൂ. സുഖേഷ്, ശ്മശാനത്തെല്ലാം കുഴിക്ക് പറഞ്ഞോ? പോയി പറയുകയൊന്നും വേണ്ട എന്റെ സംഖ്യ. അവരുടെ മൊബൈൽ വിളിച്ചു പറഞ്ഞാൽ അവർ റെഡി. വിജയ് ഒന്നങ്ങോട്ട് വിളി. ഓ, അവര് കാത്തിരിക്കാണ് പോലും. ഹലോ, ശ്മശാനല്ലേ? ഒരു കുഴി റെഡിയാക്കിക്കോ. നാളെ രാവിലെ 8 മണിക്ക്. ആ ശരി. അയ്യോ ടാക്സി മോളെ, ചാമോശി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ടാക്സി മോളെ? നീ എന്താടി എന്നെ വിവരം അറിയിക്കാൻ വൈകിയത്? ഞാനാണെങ്കിൽ ആനക്കാട്ടിൽ പോവാനിരുന്നതാണ്. സമയം കിട്ടുന്നില്ല. ഇതാണോ ബാല? ആടി, നീ എന്റെ ജീൻസ് കണ്ടോ? ഇത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എറണാകുളം വരെ പോയത്. വരുന്ന വീട് ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ ഒന്ന് കഴിക്കും. എന്താ രസോടിക്കാണ്. നീ എന്റെ മുടി കണ്ടോ? എന്ത് രസമല്ലേ? നീ എന്റെ ചേട്ടന്റെ ഡ്രസ് കണ്ടോ? ഇത് ഇന്നലെ വാങ്ങിച്ചതാണ്. ശരി കേട്ടോ, സമയമായി. ഇന്നൊരു ഫാഷൻ ഷോ അതാണ്. കഴിഞ്ഞ പാചകം കാണണം. ശരി കേട്ടോ. അയ്യോ, ഈ മനുഷ്യൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മക്കളാരും ഇല്ലാതെ പോയല്ലോ. എണീക്കുന്നില്ലല്ലോ. ദൈവമേ, പാചകം തുടങ്ങി കാണുമ്പോ. വിജയ്, നീ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോ. താർപ്പായ എടുക്കാൻ ആളെ വിട്ടോ.
കുറച്ച് കസേര എടുത്തു. പിന്നെ രാത്രിക്ക് എന്തെങ്കിലും. ഓ അതെ, അത് വേറെ വാങ്ങിക്കാണല്ലേ? ഏത്? മറ്റേ അതല്ല വിജയ. ഏത് നേരം നോക്കിയാലും ഇതിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കറണ്ട് പോകുമ്പോൾ 2 പെട്രോൾ മാക്സ് എടുക്കാനാ. ഓ അത് നമുക്ക് എടുക്കാല്ലേ? അവന്റെ ഒക്കെ ഒരു കാര്യം നോക്കണേ. ആ ഇതാ, അജി വന്നല്ലോ. അയ്യോ മോനെ. നിന്റെ അമ്മ പറയും. മോനെ, നേരെ വന്നിട്ട് വാർത്ത കണ്ടോണ്ടിരിക്കുമ്പോഴാ നിന്റെ സിനിമ കാണാൻ സമ്മതിച്ചില്ല മോനെ. അച്ഛാ സിനിമ മുഴുവൻ കാണാൻ സമ്മതിച്ചില്ലാലോ അച്ഛാ. എന്താണ് മനുഷ്യ, അതാ നമ്മള് പേടിച്ചു പോയോ? ആ ഹലോ ആടാ, ആ 4 ചാക്കെടുത്ത് മാറ്റിട്ടോ. 2 ലോഡ് വരുമ്പോ നമുക്ക് നോക്കാം. ഞാൻ 4 ദിവസം കഴിഞ്ഞേ വരും. വേറെ ഒന്നുമില്ല, അച്ഛൻ ചെറുതായി മരിച്ചു. രാജ്യ ഒരുവിധ സ്ഥലത്ത് ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞോളൂ. ഞാൻ എല്ലാവർക്കും മെസ്സേജ് ഇട്ടിട്ടുണ്ട് സുഖമായിട്ടാ. ഏതെങ്കിലും പറഞ്ഞാലും ഫ്രീ ആണ്. അതിലേക്കാർക്കെല്ലാം അവർ വിട്ടോളും. BSNകാർക്ക് കുട്ടിനും. അപ്പം എല്ലാം റെഡി. ഓക്കെ സുഖേ, കാലം പോയൊരു പോക്ക് നോക്കണേ. മൊബൈൽ ഫോണുകൾ കൊണ്ടുള്ള ഉപകാരങ്ങളെ. ആ സജിയും കുട്ടനും വന്നല്ലോ. മക്കളെ, ഭീകരമായിട്ട് എന്റെ ബിന്ദുവും നഷ്ടപ്പെട്ടില്ല അച്ഛാ. നോക്കിയിരുന്ന് മനുഷ്യ, എപ്പോൾ മരുന്നിക്ക് വന്ന കുട്ടനൊക്കെ ഇരിക്കുന്നു. അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് കാണാൻ വയ്യേ. മോനെ സരി, എടാ കുട്ടാ എല്ലാവർക്കും മെസ്സേജ് വിട്ടോ. ഞാനും മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഓ ഐഡിയയിൽ ഞാനും വിട്ടില്ല. അപ്പൊ പിന്നെ എല്ലാം ഓക്കെ അല്ലേ ബിജു? അടിച്ചു പൊളിക്കാം. വിളിക്കാതെ എന്ത്? 7 കാലത്തൊക്കെ അല്ല മക്കളെ, ഇനി ആരെയും കാക്കണ്ടല്ലോ, എടുത്തല്ലേ. എന്നാ പിന്നെ തൂക്കിക്കോ. അജി നീ മുന്നിൽ വാ, സജിയും കുട്ടനും ഇപ്പഴും വാ, ബിജുവും തേക്കും താങ്ങിക്കോ. എന്നാ പിന്നെ തൂക്കിക്കോ. ആ ഹലോ ആടാ, ഞാൻ എന്തിനു കണ്ടതാ? സൂപ്പർ സിനിമയായിരുന്നു. AR റഹ്മാന്റെ ട്യൂൺ കാണണ്ടേ? ആ ഓക്കെടാ, ഞാൻ പിന്നെ വിളിക്കാം. ആ എന്നാ പിന്നെ തൂക്കല്ലേ, തൂക്കിക്കോ. ആയിക്കോട്ടെ. അയ്യോ എനിക്ക് കാണാൻ വയ്യേ മക്കളെ. ഹലോ ആടാ, ആ അപ്പൊ നാളെ വിളി. അടിച്ചു പൊളിച്ചതാ. അച്ഛൻ മരിച്ചു. പോവാൻ കണ്ടേടാ, മോള് നാളെ നാളെ വാങ്ങിത്തരാ. ആ ആ, ശരി. ആ നേരം നോക്കി വീട്ടിൽ അച്ഛനെ നാളെ പോവാ. സിനിമ നാളെ കാണാം. ശരി. അച്ഛന്റെ ബോഡി എടുക്കാൻ പോവാ. ആ ശരി. ആ പിന്നെ വിളിക്കാം. ആ എന്നാ എടുക്കാം. എന്നാ പിന്നെ തൂക്കി. വേണ്ട മക്കളെ, എടുക്കല്ലേ മക്കളെ. ഇത് നമ്മുടെ നാളെ പറഞ്ഞു പോവാ. ആ അയൽവാസി മരിച്ചോ, ആ സംഭവം